മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരരായ താരങ്ങളായ എസ്.പി. ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാതിക്രമ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയിലാണ് നടന്മാർക്കെതിരെ കൊച്ചി പോലീസ് കേസെടുത്തത്. ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പും മുളകും, മറിമായം, ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അത് വലിയൊരു ഞെട്ടലായിരുന്നു. കാരണം താരങ്ങൾ എന്നതിലുപരി ഇവരെയെല്ലാം കുടുംബാംഗങ്ങളെപ്പോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം. നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ നടി മൊഴി നൽകിയിരുന്നു. സീരിയൽ രംഗത്ത് എസ്.പി. ശ്രീകുമാറും ബിജു സോപാനവും പ്രവർത്തിച്ചു തുടങ്ങി ഏറെ നാളുകളായി. ആദ്യമായിട്ടാണ് ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത്. വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് തുടക്കത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിയവരാണ്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായെങ്കിലും എസ്.പി. ശ്രീകുമാറോ ബിജു സോപാനുമോ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇരുവരും ഉപ്പും മുളകുമെന്ന സിറ്റ്കോമിൻ്റെ 3ാം സീസണിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ജനപ്രീതിയുള്ള പരിപാടിയാണ് ഉപ്പും മുളകും. ബാലു എന്ന കഥാപാത്രത്തെയാണ് ബിജു സോപാനം അവതരിപ്പിക്കുന്നത്. നടി നിഷ സാരംഗാണ് ബിജുവിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്നത്. എസ്.പി. ശ്രീകുമാർ കുട്ടൻമാമൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമാകുമ്പോൾ ശ്രീകുമാറിൻ്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ശ്രീകുമാറിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രമാണ് സ്നേഹ പങ്കിട്ടത്. ഞങ്ങളെന്നാണ് ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയ ക്യാപ്ഷൻ. പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. കെട്ടിയോൻ പെട്ടുവല്ലേ, കാര്യങ്ങൾ അറിയാനിട്ട പോസ്റ്റാണോ എന്നാണ് ഒരാൾ ചോദിച്ചത്. യു.എസിലാണെന്ന് കാണിക്കാനിട്ടതാണോ, അവിടെ പോകുന്നതിന് മുമ്പായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തത് അല്ലേ എന്നിങ്ങനെ സർക്കാസം കലർത്തിയുള്ള കമൻറ്റുകളും ഉണ്ട്. ഒന്നും ഏഷില്ലെന്നുറപ്പായി, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ മനോവീര്യത്തെ തകർക്കാൻ ഒപ്പമുള്ളവർ ഒരു പീഡന പരാതി നൽകിയാൽ മതി. ഇതാവണം ഭാര്യ, പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ. സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ്. യൂട്യൂബ് ചാനലുമായും സജീവമാണ് നടി. യൂട്യൂബ് ചാനലിലും നടി സജീവമാണ്. അടുത്തിടെയായിരുന്നു ഇരുവരുടെയും 5ാം വിവാഹ വാർഷികം. 2019 ഇരുവരും വിവാഹിതരാകുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രശീയ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. മറിമായത്തിലുള്ളവരെല്ലാം എത്തിയിരുന്നു. ഇപ്പോൾ താരദമ്പതികൾക്ക് ആൺകുഞ്ഞു കൂടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്നേഹ മകൻ കേദാറിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും പ്രേക്ഷകർക്കായി മുടങ്ങാതെ പങ്കുവെക്കാറുണ്ട്. നടൻ എന്ന രീതിയിൽ ശ്രീകുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് മെമ്മറീസിൽ അഭിനയിച്ച ശേഷമാണ്. ഓട്ടൻതുള്ളലും കഥയിലും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമച്വർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. കണ്ണൂർ സ്ക്വാഡ്, 2018 എന്നിവയാണ് ശ്രീകുമാർ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത മലയാളം സിനിമകൾ. ചില അന്യഭാഷാ സിനിമകളിലും ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട്.